ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം ഒരാഴ്ച ചർച്ച ചെയ്യാനും അവർക്ക് ഇപ്പോഴും ആളുകൾ കൂടുതൽ കൺസേൺഡ് ഹൂ ഡിഡ് ഇറ്റ് എന്നുള്ളതാണ്. ഇറ്റ്സ് മോർ ലൈക്ക് ഒരു ഹൂ ഡൺ ഇറ്റ് സീരീസ് പോലെയാണ് ചാനൽസ് പോലും ചർച്ച ചെയ്യുന്നത്, വിച്ച് ഇസ് അൺഫോർച്ചുനേറ്റ്. ബിക്കോസ് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് എഴുതിയൊരു പോസ്റ്റ്, നമ്മുടെ ഐസുട്ടി, ഷീ ഹാഡ് പുട്ട് എ പോസ്റ്റ്, വൺ ഓഫ് അവർ വെരി ഗുഡ് ഫ്രണ്ട്സ് സെയിങ്, നമ്മളെല്ലാവരും നമ്മുടെ നോർമൽ ജീവിതത്തിലേക്ക് തിരിച്ചു പോകും 1 വീക്ക് കഴിയുമ്പോൾ ഇതിന്റെ TRP ചെയ്യുമ്പോൾ. പക്ഷെ എത്ര പഴയ വൂൺസ് ആണ് ഓപ്പൺ ആയിട്ടുള്ളതെന്ന് നമ്മൾ ഓർക്കണം. Each word when we are speaking, each time a survivor speaks about what he or she or they went through, you relive the experience. That is very real, because trauma never leaves your body. It stays with you. You don't heal from it completely. You can take therapy. Most of us have mental health issues. We struggle with anxiety issues and depression. I know of people who have gone into acute, intense depression with suicidal thoughts. People who have lost their health to it, sanity to it. People who have spent hours and hours and hours speaking up for everybody. പേഴ്സണലി ഐ ഡോണ്ട് ബിലീവ് ഈ ഒരു വാദം സിനിമ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ വാദിക്കാറുണ്ട്. ആൾക്കാരെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര പവർഫുൾ ടൂളാണ് സിനിമ. വി നോ ഓഫ് പീപ്പിൾ ഹു ഇമിറ്റേറ്റ് ദെയർ ഫേവറേറ്റ് ആക്ടേഴ്സ്, ദെയർ ക്ലോതിങ് സ്റ്റൈൽസ്, ആൻഡ് ദെയർ ആർ ട്രെൻഡ്സ് ദാറ്റ് കം ആഫ്റ്റർ ഫിലിംസ് ആൻഡ് എവറിഥിങ്. സോ കൂടുതൽ ജെൻഡർ ഇൻക്ലൂസീവായ, ജെൻഡർ ബാലൻസ് ഉള്ള, ഡൈവേഴ്സ് ആയിട്ടുള്ള എന്താ പറയുക, വർക്ക് സ്പേസസ് ഉണ്ടാക്കാൻ ഫിലിം ആസ് എ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷന് പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു സെക്ഷൽ അബ്യൂസിന്റെ ആംഗിൾ മാത്രം ചർച്ച ചെയ്യപ്പെടുന്നത് അതിന് സെല്ലബിലിറ്റി ഉള്ളത് കൊണ്ടാണ്. ബിക്കോസ് ഇറ്റ് ഈസ് മോർ ഓഫ് ദാറ്റ്, ആ ഒരു വോയറിസം, ആ ഒരു കൾച്ചറാണ്. ആൾക്കാർക്ക് അത് ഷോക്ക് വാല്യൂലാണ് അത് റൺ ചെയ്തുകൊണ്ടിരിക്കണേ. അതിൻ്റെ ബേസിക് കാര്യങ്ങൾ, വേറെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. 2017 WCC ആസ് എ മൂവ്മെന്റ് ഫോം ചെയ്തപ്പോൾ ഓണറബിൾ ചീഫ് മിനിസ്റ്ററിന് കൊടുത്ത നിവേദനങ്ങളിൽ മെയിൻ ആയിട്ടുള്ള 8 പോയിന്റ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ പോയിന്റ് തന്നെ ഇസ് എ റിക്വയർമെന്റ് ടു ഫോം എൻ ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി ആൻഡ് നോ ഫിലിം ഷുഡ് ബി ക്ലിയർഡ്. No film should be cleared without ഒരു എന്താ പറയുക, ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിയുടെ പ്രസൻസ് ഇല്ലാതെ ഷൂട്ട് നടന്ന ഒരു സിനിമയ്ക്കും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കരുത്. ദാറ്റ് ഇൻസ്റ്റന്റ്ലി ബ്രിങ്സ് ദ ഫിലിം അണ്ടർ ദ പെർവ്യൂ ഓഫ് പോഷ് ആക്ട് 2013. ബിക്കോസ് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കുന്നത് മാത്രമല്ലല്ലോ, ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ് ക്യാൻ സ്റ്റാർട്ട് ഫ്രം വെൻ ദ മൊമെന്റ് യു ആർ സെറ്റിംഗ് up an IC, internal complaint committee, is set up in a film set where everybody, even anonymity maintain ചെയ്തുകൊണ്ട് നമുക്ക് മൊഴി കൊടുക്കാം. We don't have to put our names out there. So അത് നമ്മളെല്ലാവരും, ഞങ്ങൾ വർക്ക് ചെയ്ത, we have been fortunate enough to work in some projects. Like I have worked with filmmakers like Senna Hegde. അവരുടെയൊക്കെ പ്രൊഡ്യൂസേഴ്സ് നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്, ലൈക്ക് സംഗീത നമ്മൾ ഇത് ചെയ്യാം. സെന്നയുടെ പടം 1744 വൈറ്റ് ഓൾട്ടോയിലൊക്കെ വർക്ക് ചെയ്തപ്പോഴാണ്, ആ നിയമം വന്ന സമയത്താണ് അത് വന്നത്. They were one of the first to reach out and ask. They took help from us. അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അവരെ നമ്മൾ നെഗേറ്റ് ചെയ്യരുത്, കാണാതിരിക്കരുത്. അങ്ങനെ I don't want to also completely dismiss media. മീഡിയയുടെ ഒരു ഇമ്പോർട്ടൻസ് ആൻഡ് ദ റോൾ മീഡിയ, സിഗ്നിഫിക്കൻറ്റ് റോൾ മീഡിയ ഹാസ് പ്ലേഡ് ഇൻ ദിസ് ഓൾസോ ഇൻ ബ്രിങ്ങിങ് ദിസ് ഔട്ട്. കാരണം കൺസിസ്റ്റൻ്റ്ലി മൂവ്മെൻറ്റിനെയും ഇങ്ങനത്തെ ജെൻഡർ ഇൻക്ലൂഷനെ കുറിച്ചും ഒക്കെ ചർച്ചകൾ നടത്തിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരാതിരിക്കുന്ന സമയത്തും ഒക്കെ കൺസിസ്റ്റൻ്റ്ലി ഇത് പെർസ്യൂ ചെയ്ത ഒരുപാട് നല്ല മീഡിയ ഹൗസസ് ഉണ്ട്, സ്പെസിഫിക് ജേർണലിസ്റ്റുകളുണ്ട്. സോ ഐ ഓൾസോ വോണ്ട് ടു അക്നോളജ് ദെം. പക്ഷേ ഒരു പ്രിഡോമിനൻറ്റ് കൾച്ചർ നമുക്കിപ്പോൾ ഓൺലൈൻ കൾച്ചറാണ് അത് കൂടുതലെന്ന് തോന്നുന്നു. ട്രഡീഷണൽ രീതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ റെസ്പോൺസിബിൾ ജേർണലിസം ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. സോ ഐ ഡോണ്ട് വോണ്ട് ടു അടക്കി പറയുന്നതിനോട് ഐ ഡോണ്ട് വോണ്ട് ടു സേ ദാറ്റ്, ബിക്കോസ് ദാറ്റ് വിൽ ബി ലൈക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മ ആയിരിക്കും അത്. ബിക്കോസ് ഒരുപാട് മീഡിയ ഹാസ് പ്ലേഡ് എ പിവറ്റൽ റോൾ ഇൻ ബ്രിങ്ങിങ് ദിസ് ഔട്ട് ഓൾസോ, ബിക്കോസ് ഇറ്റ് കെപ്റ്റ് ദ കോൺവെർസേഷൻ അലൈവ്, റൈറ്റ്? അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബിക്കോസ് that's why I said constantly I'm saying gratitude to all the allies who have stood by us also, though very few in number. I think
ബേസിക് ലൈക്ക് ദിസ് എന്താ പറയുക, ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ പ്രഗ്നൻസി, ചൈൽഡ് കെയർ, ബാക്കി ഫിസിക്കൽ എയിൽമെൻറ്റ്സ് ഇതൊക്കെ വരുന്ന ആളുകൾക്ക് ഒരു ഇൻസെൻറ്റീവ് കൊടുക്കുക എന്നുള്ളൊരു സംഭവം. അതുപോലെ ക്രൂവിൽ ഈ മോർ ദാൻ 30% സ്ത്രീകളുള്ള സിനിമകൾക്ക് സബ്സിഡി, ഇപ്പോൾ ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, സബ്സിഡീസ് കൊടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ പോസിബിൾ ആണ്. അതുപോലെ ടെക്നിക്കൽ സെക്ടേഴ്സിൽ കൂടുതൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക. അഭിനയിക്കാൻ മാത്രമല്ല, ബാക്കി ഇപ്പോൾ എഡിറ്റിംഗ്, സിനിമാറ്റോഗ്രഫി, സൗണ്ട്, ക്യാമറ, ഇതൊക്കെ ഉണ്ടല്ലോ. ഇതിലൊക്കെ നല്ല കഴിവുള്ള സ്ത്രീകളുണ്ട്. അപ്പോൾ എല്ലാ ജെൻഡേഴ്സിലും പെട്ട ആൾക്കാരും ഉണ്ട്. സോ ഇഫ് യു ആർ ഗുഡ് അറ്റ് വാട്ട് യു ആർ ഡൂയിങ്, യുവർ ജെൻഡർ ഷുഡൻറ്റ് മാറ്റർ ദെയർ. It's as simple as that. And again, there is another relevant conversation which we have been having is about pay parity. And നമ്മൾ ഈക്വൽ പേ അല്ലല്ലോ പറയണേ, ഫെയർ പേ ആണല്ലോ പറയണേ. അതർ ദാൻ ദ മെയിൻ ടെക്നീഷ്യൻസ് ആൻഡ് കാസ്റ്റ് ഹു ഹാവ് എഗ്രിമെന്റ്സ് ആൻഡ് റെമ്യൂണറേഷൻസ് എഗ്രീഡ് അപ്പോൺ. ഇപ്പോൾ ഡെയിലി വേജിന് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ആരാണ് ഇവരുടെ ഡെയിലി വേജ് നിർണ്ണയിക്കുന്നത്? എങ്ങനെയാണ് ആ ഒരു ബാറ്റ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്? ഇത് എനിക്ക് ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല. ഐ ഡോണ്ട് ഹാവ് ക്ലാരിറ്റി വെൻ ഐ വർക്ക് ഓൺ എ ഫിലിം. ഇപ്പോൾ അവിടെ സെറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് ശമ്പളം കിട്ടണതിനെ കുറിച്ചിട്ട് ഐ ഡോണ്ട് നോ ഓഫ് എനി ഡേറ്റാബേസ് ദാറ്റ് ഹാസ് complete profile of people, technicians available in the industry where we can go and look for, okay, ഇത്ര ആൾക്കാർ അവൈലബിൾ ആണ്, സിനിമാറ്റോഗ്രഫി ചെയ്യുന്ന ഇത്ര ആൾക്കാരുണ്ട്, എഡിറ്റിംഗ് ചെയ്യുന്ന ഇത്ര ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു സംവിധാനമില്ല. WCCയുടെ ഭാഗമായതുകൊണ്ട് കരിയർ നഷ്ടപ്പെട്ടു എന്ന് പറയാവുന്നവരുണ്ടോ? അങ്ങനെ അതുണ്ട്, പലപ്പോഴും ചർച്ചകളിൽ കേൾക്കാറുണ്ട്, പലരുടെയും കരിയർ ഇത് കാരണം നഷ്ടപ്പെട്ടു. അങ്ങനെ അത് ആക്ച്വലി കറക്റ്റ് ആണോ? 100%, 110%, yes. It's very difficult. It's very difficult. There are people, I can speak for myself, right? I can say എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് പറയാമല്ലോ. ഇപ്പം ഞാൻ ചിലപ്പോഴൊക്കെ ചില മീറ്റിങ്സിന് പോയിട്ട് 1-2 മീറ്റിങ്സ് കഴിഞ്ഞ് വർക്ക് കിട്ടുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആക്ച്വലി സംഗീതയുടെ കൂടെ വർക്ക് ചെയ്യണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കും, അവർക്ക് ഫെമിനിസത്തിൻ്റെ പ്രശ്നമുണ്ടെന്നാണ്. സോ ഇറ്റ്സ് ലൈക്ക് സം കൈൻഡ് ഓഫ് എ പാൻഡമിക്. പകരും എന്ന് പറയും ഞാൻ, എൻ്റെ ഫെമിനിസത്തിന്റെ പ്രശ്നമുണ്ട്, വെരി ഒപ്പീനിയനേറ്റഡ്. ഐ ഈവൻ ഹാഡ് എ ക്ലയന്റ് ഹു വൺസ് ടോൾഡ് മീ, he actually told me this, you are a woman and you have an opinion. We were having a team meeting and I was like, did he just say that? അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല എല്ലാവരും അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഐ ഫെൽറ്റ്, ബിക്കോസ് പോപ്പുലർ ഒപ്പീനിയൻ അല്ല ഞാൻ പോകുന്നത്. I had a very different perspective to what we were discussing. It's like you are a woman and you have an opinion. ഇതാണ് എന്നോട് എല്ലാവരും പറഞ്ഞത്. നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ കുറേ ആവശ്യമില്ലാണ്ട് എല്ലാവരും പറയണത് നമ്മൾ കൈയടിച്ച്. People are so used to yes men, no? Yeah. And people who always agree to that. So if you have a different perspective to the thing, which is, then I had to finally make him understand, sit down with him and tell him, you need to understand that we are not fighting against each other. We are fighting from the same side for your film, which you have put in a lot of money. ഞാൻ അതിൽ കാശ് മുടക്കിയിട്ടില്ല. Whatever I am trying is to protect your investment. Because that's my job as your marketing head to do that. അത്രയേ ഉള്ളൂ. അതിനങ്ങനെ കണ്ടാൽ മതി. അതിനിപ്പോൾ ഞാൻ സിംഗിൾ പേരൻ്റ് ആണോ, ഹൂ ഇസ് മൈ ലവ് ഇൻട്രസ്റ്റ്, വൈ ഡിഡ് ഐ ഗെറ്റ് ഡിവോഴ്സ്ഡ് ആൻഡ് വൈ ഷീ സോ ഹാപ്പി. ബിക്കോസ് പൊതുവായിട്ട് കേരളത്തിൽ മാത്രം ഞാൻ കണ്ടുവന്നിട്ടുള്ളൊരു സ്വഭാവമാണ്. ഐ ഓൾവേസ് ടെൽ ഹർ ദിസ്, വിഡോഡ് ആയിട്ടുള്ള സ്ത്രീകൾ, ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഒരു വിക്ടിമിൻ്റെ ബോഡി ലാംഗ്വേജ് ഇല്ലെങ്കിൽ ആൾക്കാർക്ക് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. They can't accept it. They just can't accept it. Why is she so happy? ഞാനാണെങ്കിൽ ഭയങ്കര ഉറക്കിച്ചിരിക്കുന്ന കുറേ കോമഡി ഒക്കെ പറയുന്നത്. ലൈക്ക് when I send her some reels, she doesn't even open it. She's like, her algorithm gets messed up. അത്രയും ബാഡാണ്. So I am a very happy person. See, my trauma doesn't define my entire life, right? Yeah. What I have left behind doesn't define my entire life. Why are not people seeing the survival? Yeah. Why are you only like looking at what broke me? Why is my relationship status so important for you when you want to discuss me in your locker room discussions? Why do you think that a woman who's walked out of a marriage can be available? That is not true. So fundamentally, a woman like taking space itself is sort of revolutionary in its way, right? Like asserting that, hey, I have a right to be here, I have the right to express myself, and even something as simple as laughing, that itself holds power. That's the sort of impact it has. And what she said about how we always don't have the privilege to work with people whose
politics align with ours. We are constantly negotiating. We have to get our work done in the process. We have to we're supporting problems when they arise. We have to become a voice for the voiceless and try to hold people accountable. These are so many tasks that we are doing side by side. അതിൻ്റെ എല്ലാ മെൻ്റൽ ലേബർ നമ്മളാണ് ഉൾക്കൊണ്ട് പോകുന്നത്. So the care work that falls on women, right, because we are naturally seen as empathetic, that is huge. And you know what? Empathy is a strength. It's not something that holds us down. It is a strength and everyone can learn from it, in fact. Also, post this report came out, the government has promised a conclave now with all the stakeholders involved and all. So how do you guys look at it? I mean, practically അത് എങ്ങനെയാണ്? Will you basically attend ചെയ്യും? WCC attend ചെയ്യുന്നതായിരിക്കും? That's I think it's not my place to say. It's too soon for me to say, speak on behalf of the collective or the conclave. കാരണം നമുക്കിപ്പോഴും അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. ലൈക്ക് എന്താണ് നമ്മളെല്ലാവരും ഒരേ പ്രസ് മീറ്റ് തന്നെയാണ് കണ്ടത്. സോ വി ഡോണ്ട് ഹാവ് സ്പെസിഫിക് ഡീറ്റെയിൽസ് ടു ഇറ്റ്. സോ ഐ വുഡ് നോട്ട് വോണ്ട് ടു കമൻറ്റ് ഓൺ ദാറ്റ് പെർ സെ. ബട്ട് പ്രൊഡക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ ഇപ്പം എല്ലാ സംഘടനകളും ഒരുമിച്ച് വന്ന് ഇംപ്ലിമെൻറ്റേഷൻ ആണ് ഡിസ്കഷൻ നടക്കാൻ പോകണമെന്ന് വെച്ചാൽ വ്യക്തിപരമായി എനിക്ക് തോന്നുന്നത് നല്ലതായിരിക്കും. കാരണം ഇഫ് എവറിഥിങ് ഇസ് ഔട്ട് ദെയർ ഇൻ ദ ഓപ്പൺ. കാരണം ഇങ്ങനെ കോൺക്ലേവിനെ കുറിച്ച് ചർച്ച വരുമ്പോൾ പിന്നെയും ഒരു ചർച്ച വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അതിൽ പെർപെട്രേറ്റേഴ്സും ഉണ്ടാവുമല്ലോ. കാരണം പേരുകൾ ആരും പുറത്ത് വന്നിട്ടില്ല. പക്ഷെ ഐ ഫീൽ ദാറ്റ് സംടൈംസ് ഇറ്റ്സ് ഓൾസോ ഗുഡ് ദാറ്റ് they should see what that damage they have done. Actions have consequences and they should see it. And other seeing is believing, അല്ലേ?